നല്ല മഴയത്താണ്, രക്ഷയില്ല, മഴയത്ത് റൈഡ് ചെയ്യാതെ പറ്റില്ലല്ലോ. അവിടെ യുദ്ധങ്ങളൊക്കെ കണ്ട വണ്ടികളാണ് കേട്ടോ അത്. കുറെ ബുള്ളറ്റൊക്കെ തറച്ച പാടൊക്കെ ഉണ്ട് ഇതിന്റെ മുകളില്. ഇതിന്റെ ഡോറ് നമുക്ക് عليكم السلام. ايش هذا؟ وين؟ انا يجي من هند. من الهند؟ حبيبي شكرا. ايش هذا؟ سمك. سمك؟ فين؟ انا ما اشوف سمك هنا. انت وين؟ بس انت؟ ايوه انا بس انت؟ بس انا. ഈ പുള്ളിയുടെ വീട്ടിൽ താമസിക്കാന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാന്നാ വിചാരിക്കുന്നത്. അവിടെ മജ്ലിസ് ഉണ്ട്. جواز سفر؟ ايوه موجود عندك؟ موجود. استقرارك هنا؟ ايوه وتروح اجي عليك وتروح وياي. اوكي ماشي؟ ايوه بعد ماكو مشكل؟ ما في مشكله. شكرا. انا مش هذا بالدراجه. എവിടെ താമസിക്കുന്ന ആലോചിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. എപ്പോഴാണ് ആ പുള്ളി വന്നത്. ആ പുള്ളിയുടെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ് താമസിക്കാൻ. പുള്ളിക്ക് എവിടെ പോയി വരാനുണ്ട്, വന്നിട്ട് പോവാന്ന് പറഞ്ഞു. അടുത്തന്നാന്ന് പറഞ്ഞു. അടുത്താന്ന് പറഞ്ഞാൽ അറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ടായിരിക്കും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. كرار ഗാഗ قعقع ابو صالح لص യോസേഫ്. ഓക്കെ ഓക്കെ, ഇന്ന് വരെ കൂടെ അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. ഞാൻ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്. ഇവിടെ നോമ്പ് തുറക്കാനുള്ള പലഹാരമാണ്, സ്വീറ്റാണ്. ശുക്രൻ. ഹലോ ഹബീബ്തി. ഇന്ന് മഴ പെയ്യുന്ന പറയുന്നത്. خمسة خمسة ثاني يوم مطر. തനിയോം. مطر. ഓ, നാളെ മഴ പെയ്യുന്ന പറയുന്നത്. പണിപ്പാളിയല്ലോ. مهدي. മെഹദി എന്നാണ് പേര്. ഇവരെ ايه സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ്. ഹായ്. هلا. സേ ഹായ്. كلم هاي. كلم هاي. عندي. هاي. وين يريد يروح؟ مجيد. ايش اسمك؟ يوسف. يوسف. ايش اسمك؟ رضا. ها؟ رضا. تعرف شارخان؟ شاروخان. ايش اسمك؟ കത്തൂരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നടന്നു പോകാനുള്ളതെന്നാ പറഞ്ഞു. അതാ സൈക്കിളും കൊണ്ടതാ അവർ പോന്ന. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ റോഡ് പണി നടക്കാന്നാണ് തോന്നുന്നത്. എൻ്റെ സൈക്കിളും കൊണ്ട് ചെക്കൻ പോയി വീട്ടില്. വീടൊക്കെ നമുക്ക് ഇവിടെ കുറച്ചൊരേ വീട്.
طياره لو بدنا نمشي على ايران طياره كله دراجة دراجه منين مهران من سلامتي ديواني ഇവിടെയാണ് സ്റ്റേ هذا شلونك؟ ഇന്ന് ഇവിടാണ് സ്റ്റേ മക്കളെ. അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ മജ്ലിസാണിത്. ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ആദ്യമായിട്ടാണ് GCCയില് സ്റ്റേ പോലല്ല, ഇവിടെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ മലയാളികളൊന്നും മഷിയിട്ടാ പോലും കാണാത്ത സ്ഥലമാണിത്. ഇവിടെ ഒരു സ്റ്റേ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര. എൻ്റെ സൈക്കിള് ഇതാണ് വീട്. എൻ്റെ സൈക്കിൾ അതാ, സൈക്കിൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് എൻ്റെ ഉറക്കം. علي 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 شوف 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 موبايل شوف هذا. ഞാനൊരു നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ താമസിക്കുന്ന അവിടെയുള്ള ആള് നോമ്പ് തുറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു അയൽക്കാരനാണിത്. പുള്ളി പോലീസിലാണ്. അപ്പോൾ അവരുടെ കൂടെ നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പോൾ എന്നോട് ഈ ഡ്രസ്സ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഡ്രസ്സ് ഉണ്ട്, എന്നാ പിന്നെ അത് ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു. ശരിക്കും ഇത് വിചാരിക്കാത്തൊരു സംഭവം കേട്ടോ, ഇങ്ങനെ ഒരു താമസവും ഇവരുടെ കൂടെ നോമ്പ് തുറക്കാൻ പോക്കും. വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടാണ് നോമ്പ് തുറക്കാൻ വന്നത്. ഇദ്ദേഹത്തിൻ്റെ മകൻ ഷഹീദായതാണ്. അതിൻ്റെ ഫോട്ടോ വെച്ചതാണ് ഇവിടെ ഇങ്ങനെ വെക്കും ഷഹീദായത്. അസ്സലാമു അലൈക്കും. ايراني راني سلامتي صانك زين الحمد لله. بعد التوية ترى طلوا لا يبرد لا شو لا يتقارب بس عارف انه ما يعني سلام اي بعد تفضل شوفوا عمي جليل السلام عليكم. صانك صانك والله العظيم هو لازم يستخدم لغه يكون كله احنا نعرف. بس الهند خطيئة ما اعرف جاسم ما تجي للعراق لازم يهربوها جابوا المعيدي هو اخذ المعيدي جوا والله محتوى يقول لك هاي دور يعني دور حتى بس انت تقدر تجيب لك دور يعني يوصل باكستاني هندي هندي ما هي عندنا هي ما عندنا جابوها والله العظيم جابوها അപ്പോൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാണ്. എല്ലാവരും ബൈ ബൈ പറഞ്ഞു പോവാണ്. ഞാനും പോവാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ മോനാട്ടോ മരണപ്പെട്ട. ونعم الخطاب يلا توكل بيت البيت بيت في البيت. اوكي. زندقي خشبو شاديها ايش؟ زندقي خشبو شاديها खुशबू शादी മാതിരി. ഞാനിതാ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടത്തമൊക്കെ കഴിഞ്ഞു. ഇതാ ഇവിടെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. ഈ മജ്ലിസിലാണ്. എനിക്കിവിടെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. ബ്ലാങ്കറ്റ് ഉണ്ട്, ബെഡ് ഉണ്ട്, തലയണുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ സൈക്കിള് സേഫായിട്ട് ഉള്ളിൽ വെക്കുക. അതിന് അവർ സമ്മതിച്ചിട്ടുണ്ട്. സൈക്കിള് ഉള്ളിലാണുള്ളത്, സേഫാണ്. അപ്പോൾ ഇന്നലത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. കണ്ണ് കണ്ടാലറിയില്ല, നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ അമാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അമാറ
ഏകദേശം ഒരു 100-110 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി അവിടെ നിന്ന് പിന്നെ ബാഗ്ദാദിലേക്ക് പോവും. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കാണാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കണ്ടോ. ഇറാഖ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇറാഖിനെ കുറിച്ചുള്ള മാക്സിമം ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് വേണം. മറക്കണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കണ്ടോളൂ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഇവിടുന്ന് പോവുകയാണ്. എന്നെ യാത്രയൊക്കെയാണ് അവർ. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഴക്കാറുണ്ട്, നല്ല മഴക്കാറാണ്. മിക്കവാറും മഴയത്ത് കുടുങ്ങുന്നത്. 110 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സേഫായിട്ട് കുറേ സാധനങ്ങളുണ്ട്. വെള്ളം നനഞ്ഞാൽ പ്രശ്നമാവും. എന്നെ ഇവിടെ മെയിൻ റോഡിലേക്ക് ആക്കി തരികയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചവിട്ടി പോവാം. അപ്പോൾ ഇതാ ഇന്നത്തെ റൈഡ് തുടങ്ങുകയാണ്. നല്ല മഴക്കോളുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ പെടും. കാരണം എനിക്ക് കുറേ സാധനങ്ങളുണ്ട് മഴ കൊള്ളാതെ വെക്കേണ്ട സാധനങ്ങൾ. മഴ പെയ്യാതിരിക്കട്ടെ. സൈക്കിളിൽ ഫുള്ള് സാധനങ്ങളാണ്, ടയറ് അത് ഇതൊക്കെ ആയിട്ട്. റോഡ് മോശാട്ടോ. റോഡ് കുറച്ച് മോശം. ഇവിടെ നല്ല നല്ല ആളുകളാണ് കേട്ടോ. പാവപ്പെട്ട ആണെങ്കിലും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എല്ലാവരും. നല്ല സപ്പോർട്ടാണ്. ഇത് വീടാണോ കൊട്ടാരാണോ എന്ന് എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഇമാം അലി, ഇമാം ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള എന്തൊക്കെ പരിപാടികളാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാൻ ഇവരോട് ചോദിച്ചാൽ ഇവർ പറഞ്ഞുതരായിരിക്കും, പക്ഷേ എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവർ അറബി സംസാരിക്കും, ഇവർ ഇറാഖി ഭാഷയുണ്ട്. രണ്ടും സംസാരിക്കുന്നതുകൊണ്ട് എനിക്കതങ്ങോട്ട് ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ല. ഹായ്. حبيبي وايد نفر انتظار. السلام عليكم. وعليكم السلام. قواك الله، وين كنت؟ وين رايح؟ انا يجي من الحين، انا اروح بريطانيا. قواك الله، من الهند؟ ايوه. حياك الله، ما تفضل عندنا؟ انا السلام عليكم. وعليكم السلام. يلا رايح شو تسوي؟ تزور شو تسوي؟ تور. يعني شو تسوي؟ تزور لو تفتر؟ افتح اروح عالم. جولة؟ ايوه. منين طلعت لك؟ من الهند؟ من الهند. قواك الله. كم يوم صاير لك تمشي؟ كم يوم؟ 5 شهور خلاص. ഇവര് വിടൂല, നോമ്പറന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കും. ഞാൻ ഓടി കഴിച്ചില്ല വയ്യ. ഓരോ എത്ര കിലോമീറ്റർ കൂടുമ്പോഴും ചെക്ക് പോയിന്റ് ഉണ്ടാവും, പട്ടാളക്കാരുണ്ടാവും അവിടെ. അതാ ഞാനിപ്പോൾ ഒരു ചെക്ക് പോയിന്റ് എത്താനായി. ഇനി ഇവിടെ നിന്ന് നിർത്തി ചോദിക്കും. ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടേ ഇനി വിടുകയുള്ളൂ. ചെക്ക് പോയിന്റാണിത്. അവിടെ യുദ്ധങ്ങളൊക്കെ കണ്ട വണ്ടികളാണ് കേട്ടോ അത്. കുറേ ബുള്ളറ്റൊക്കെ തറച്ച പാടൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതിൻ്റെ ഡോറ് നമുക്ക്, ഞാനിപ്പോൾ ചെക്ക് പോയിന്റിലുള്ളത്.
അത് കാരണം ഇങ്ങോട്ട് കയറി നിന്നു. ഒരു രക്ഷയില്ല, എല്ലായിടത്തും നല്ല മഴയാ. ഞാനിപ്പോൾ ഉള്ളത് ഏതോ ഒരു സ്ഥലത്താണ്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, നോക്കട്ടെ. ഇനിയും കുറെ പോകാനുണ്ട്. ഇവിടെ തൊട്ടടുത്ത് സൈക്കിളിതാ തൽക്കാലം ഒരു ഷെഡിന്റെ അടി കയറ്റിട്ടാണ്. ഷെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതാണ് അവസ്ഥ. ايوه دجاج دجاج What's your name? فايز فايز. Good good. ها؟ هذا هندي. صور جوالي تحت دجاج. ايوه محمد. انا يجي من هند. واو good. لا زياده I'm good. Good. Good good. സൈക്കിൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ ആകുമ്പോൾ തീരെ മഴ പെയ്യില്ല, നല്ല ഷീറ്റാണ്. ഇതാരാണ്? ഇവരുടെ ആൾക്കാരാണ്. ഇതാരാണ്? ഇമാം അലി ആരൊക്കെയോ ആണത്. എല്ലായിടത്തും ഈ ഒരു ഫോട്ടോ കാണാം. നമ്മുടെ നാട്ടിലെ ബജാജ് ഓട്ടോ, അത് ഇവിടെ ഇങ്ങനെ, അതാണ് ഇവിടുത്തെ താരം. എല്ലായിടത്തും ബജാജ് ഓട്ടോ ആണ്. ഇവിടെ മഴയത്താണ്, ഒരു രക്ഷയില്ല. മഴയത്ത് റൈഡ് ചെയ്യാതെ പറ്റില്ലല്ലോ. ഇതാണ് അമ്മാറ എന്ന് പറയുന്ന സ്ഥലം. അമ്മാറ അല്ലമാറ അമാറ അല്ലമാറ എന്നോ എന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല, എന്തോന്നാണ് അമ്മാറ. ഇവിടുത്തെ ആളുകളൊക്കെ നല്ല ആളുകളാണ് കേട്ടോ. അവരൊക്കെ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ച്, എന്ത് ഹെൽപ്പാ വേണ്ടത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറഞ്ഞിട്ടെ. പുറകിൽ എനിക്കൊരു കൂട്ടിനൊരാളുണ്ടല്ലോ. زين الحمد لله. سناب انستغرام. ايوه ايش اسمك؟ هذا علي. എല്ലാവരും വരും അലിയാ. يجي من هند. يجي من هند. انديا. ايوه هذا انديا. جاي من الهند يعني هاي؟ ايوه هذا بايسيكل. تفضل يمك تاكل؟ لا صديق في هنا. شكرا. تنشر فيها شو اسمه؟ على عربي شوي ما في زيادة. شوي يوزر. ها؟ يوزر انستي. ما ادري والله. اوكي مع السلامة. هاي. ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ കേട്ടോ, മൊത്തം ഉപ്പിലിട്ടതാ. അവിടുന്ന് കുറച്ച് ടീം വിളിക്കുന്നുണ്ട്. ഇമാൻ خبز خبز إراكي خبز. السلام عليكم.
سونيك زين الحمد لله. زين. شنو منين جاي؟ وين رايح؟ انا يجي من هند من الهند على البايسكل؟ على دراجة. وين رايح يا ستي؟ هلا بصيدك يا مطيح خواف الشط. അവര് വിളിച്ചപ്പോൾ അവരുടെ അടുത്തേക്ക് പോയതാണ്. സൈക്കിൾ ഇതാ അവിടെ വെച്ചു. നല്ല മഴയുണ്ട്, അതുകൊണ്ട് സൈക്കിൾ മഴ കൊള്ളാതെ ഇങ്ങോട്ട് കയറ്റി വെച്ച. നല്ല അച്ചാറിന് മണം വരുന്നുണ്ട്. ആ ഷോപ്പിൽ അച്ചാർ കിട്ടും, നല്ല അച്ചാറാണ്. ആ ഇവിടെ ഉണ്ട് അച്ചാറ്, ഇത് അച്ചാറാണ്. هلا بصيدك يا خواف الشط. ايه هاي هوسه للهند، هاي هوسه هنديه من على ميتاب. نجلس هنا؟ استريح. هاي السلام عليكم. عليكم السلام. ايوه بريد عراقي بريد. هذا عراقي بريد. نو انا اروح لندن لك العفو. بريطانيا. هلا وهندية. شاروخان كارينا كابور. هلا يو. يا أدير. ايش رقي بطيخ. كم فلوس؟ فلوس كيلوين ونص ب1000 دينار عراقي. ما ادري والله. هذا مو كويس. سكاير. مو كويس. لا لازم. ايش هذا مو كويس. ايش اسمك؟ مقتدى الصدر. اوكي انا اروح هناك كيا سيرفيس. شركة. اوكي مع السلامة. أمتاشي فلوس هذا. ഇവിടെയാണ് കേട്ടോ കിയ. നെക്സ്റ്റ് കിയ. ഇറാഖ് മൊത്തം എന്നെ കിയ ഏറ്റെടുത്തു. أهلين. شلون؟ تفضل الحمد لله خيرك. شلون شركة يلا شركة. ميتاب. നമ്മൾ രണ്ടുപേരും കൂടി പഴയ മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ഒരു പഴയ മാർക്കറ്റ് ഉണ്ട്, ഗദീം എന്ന് പറയുക പഴയതിന്. അവിടെ പോവാണ്. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇത് കേട്ടോ. വസം. اهلا بك، رحبنا بك طبعا، رحبتنا وشرفتنا بوجودك حبيبي، وكل الهلا بك. പുള്ളിക്ക് നമ്മുടെ ഭാഷ അറിയില്ല. ഇതെങ്ങനെ പറയുള്ളൂ, എനിക്കിത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും ഞാൻ എന്തൊക്കെയൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ നമുക്കൊരു ഭാഷന്റെ ആവശ്യമൊന്നുമില്ല യാത്ര ചെയ്യുമ്പോൾ, അതെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ക്ലിയർ ആവും. അത്യാവശ്യം മഴ ഉണ്ട്. ഇവിടുത്തെ മാർക്കറ്റിലൂടെ നടക്കുകയാണ്. ഇവിടെ ഇത് ഒറിജിനൽ സംഭവം യൂസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചതാന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇറാഖികൾ ഈ കാര്യത്തിൽ ഭയങ്കര കഴിവുള്ളവരാട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റ്. നമ്മളിത് കാണാനാണ് വന്നത്, ഓൾഡ് മാർക്കറ്റ്. പക്ഷേ നോമ്പായത് കാരണം ഇവിടെ കുറേ ഷോപ്പൊക്കെ അടച്ചിട്ടതാണ്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ സ്ലോണിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുക്കും. ഒന്നെങ്കിൽ ഷോൾഡറും തമ്മിൽ തട്ടും, അതല്ലെങ്കിൽ ഒരു സൗണ്ടും ഉണ്ടാക്കും. ഉമ്മ കൊടുക്കുന്ന മാതിരി ഒരു സൗണ്ട്. അതിവിടുത്തെ ഒരു രീതിയാണത്.
പശുവിൻ്റെ കാലാണ് ഓഫീസിലെ അതിൻ്റെ പോത്തിൻ്റെ. ഇതിവിടുത്തെ സ്വീറ്റാണ് കാണുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ, മിക്സഡാണ്, ഒന്നൊന്നുമില്ല. മൊബൈലുണ്ട്, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഓൾഡ് മാർക്കറ്റിലുണ്ട്. കണ്ണടൻ്റെ ഷോപ്പ് ഇതാ, വാച്ചിൻ്റെ ഷോപ്പ് ഇതാ. ഇവിടെ പൈസൻ്റെ കറൻസി എക്സ്ചേഞ്ച് ആണ്. ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ പൈസ മൂല്യം കുറവായിട്ടാണോന്ന് അറിയില്ല, ഒറിജിനൽ പൈസ ഇങ്ങനെ ഒരു പെട്ടിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പഴയ പൈസ ആണെങ്കിൽ പഴയതായിരിക്കും. ഇത് സോപ്പാണെന്ന് തോന്നുന്നു, നല്ല സ്മെല്ല് വരുന്നുണ്ട്. സബൂൻ مكتبة قديمة عصرية. مكتبة قديمة. هذا العالم كله. لا مو منهم. لا مهاجر. ഇങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച്. ദ മാർക്കറ്റ് ടുഡേ ഈസ് ഓൾമോസ്റ്റ് ഐസൊലേറ്റഡ് ബിക്കോസ് ഓഫ് ദ മാട്രിഡോം ഓഫ് ഇമാം അലി. ഓക്കെ ഓക്കെ കിട്ടാം. ഇന്ന് ഇമാം അലി, ഇതാണ് ആള്, ഇമാം അലീൻ്റെ എന്തോ ഒരു സംഭവമാണ്. അത് കാരണം മാർക്കറ്റൊക്കെ കുറച്ച് കാലിയാണ്, അല്ലെങ്കിൽ നല്ല തിരക്കാന്ന് പറയുന്നത്. ആഹാ, നല്ല ഊതിൻ്റെ മണം വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, അതാണ് ഭയങ്കര മണം.